അസ്സാം വലൈക്കും, വെൽക്കം ടു DC. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇൻട്രോയിലുള്ള ഐലൻഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. യെസ്, വൺ ഓഫ് ദി മോസ്റ്റ് വേൾഡ് ഫേമസ് ഐലൻഡ്. ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലാണ്. നമ്മൾ ആ ഒരു ഐലൻഡിലേക്കാണ് പോകാൻ പോകുന്നത്. ലോഞ്ചൊന്ന് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഫ്ലൈറ്റിൽ കാണാം. അപ്പോൾ നമ്മളീ പോകുന്ന ഒരു ഡ്രീം ഐലൻഡ് എന്ന് പറയുന്നത് ബൊറാക്കി ഐലൻഡാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡാണിത്. ഇത് ഫിലിപ്പീൻസിൽ ഉള്ളിലായിട്ടാണ് ഈ ഒരു ബൊറാക്കി ഐലൻഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ദുബായിൽ നിന്നാണ്. അതായത് ദുബായ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് മനില എയർപോർട്ടിലേക്കാണ്. അതായത് ദുബായ് ടു മനില, ദെൻ ടു ബൊറാക്കിയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നത് മനില എയർപോർട്ടിലേക്കാണ്. അവിടുന്ന് മനില ടു കാത്തിക്ലാൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ലാൻഡ് ചെയ്യുന്നത് മനില എയർപോർട്ടിലാണ്. നമ്മൾ വന്നത് സെബു പസഫിക്കിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പെൻസ് സഹിതം കൊടുക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് നല്ല വിശക്കുന്നതുകൊണ്ട് കുറച്ച് ഫുഡ് വാങ്ങിയിട്ട് കഴിച്ചിട്ട് ഇനി നെക്സ്റ്റ് മനില ടു ആ ഒരു ഐലൻഡിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടുത്തെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫുഡാട്ടോ വാങ്ങി. അപ്പോൾ ഈ ഒരു മനിലയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കാത്തിക്ലാൻ എയർപോർട്ടിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാത്തിക്ലാൻ എയർപോർട്ട് എന്ന് പറയുന്നത് വളരെ സ്മോൾ ഒരു എയർപോർട്ടാണ്. നമ്മൾ ആ ഒരു ഐലൻഡിൽ ചെന്നിട്ടാണ് ബൊറാക്കിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാത്തിക്ലാൻ എയർപോർട്ടിന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ പോയ സീസൺ വെറ്റായതുകൊണ്ട് ഫുൾ ട്രെയിൻ ആയിരുന്നു. പുറത്ത് കാത്തു നിൽക്കുന്നവരൊക്കെയും റിസോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്ന ആൾക്കാരായിരുന്നു. നമ്മൾ ഏത് റിസോർട്ടാണ് ബുക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് ആൾക്കാർ നമ്മൾ ഡയറക്റ്റ് പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് ഫെയർവേസ് ആൻഡ് ബ്ലൂ വാട്ടർ റിസോർട്ടായിരുന്നു. വൺ ഓഫ് ദി മോസ്റ്റ് ലക്ഷൂറിയസ് റിസോർട്ട് ഇൻ ബൊറാക്കി ഐലൻഡ്. അപ്പോൾ ഈ ഒരു എയർപോർട്ടിൽ നിന്നാണ് ഇനി അടുത്ത യാത്ര. ഇനി നമ്മൾ ജെട്ടി പോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ജെട്ടി പോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്നൊരു ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ നമ്മുടെ റിസോർട്ടിലെ ആൾക്കാർ തന്നെ നമ്മൾ ഈ ഒരു ജെട്ടി പോർട്ടിലേക്ക് അവർ ഡ്രോപ്പ് ചെയ്യും. ഇവിടെ നിന്ന് ഒരു 15 to 20 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ബൊറാക്കി ഐലൻഡിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോർട്ടിൽ കയറുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അപ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ജെട്ടി പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എത്താൻ കുറച്ച് സമയം കൂടെ നമ്മൾ കാത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ബൊറാക്കി ഐലൻഡിലേക്ക് എത്താൻ ഇനി കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഡയറക്റ്റ് നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ ചെറിയൊരു ഫീ ഉണ്ട് കേട്ടോ. ഈ ഒരു ഫീ നമ്മൾ അടച്ചതിന് ശേഷമാണ് നമ്മളിവർ ബോട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പോയ സീസൺ എന്ന് പറയുന്നത് വെറ്റ് സീസൺ ആയിരുന്നു. അതുകൊണ്ട് നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു ടൈമാണ്. നിങ്ങൾ പോകുന്ന ടൈമിൽ ഡ്രൈ ആണോ വെറ്റ് സീസൺ ആണോ നോക്കിയിട്ട് പോവുക. വെറ്റ് സീസൺ ആണെങ്കിൽ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു ടൈമാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറ്റ് സീസൺ ആണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഡ്രൈ ആണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഡ്രൈ സീസണിലാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊന്നും കാറ്റ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ നല്ല കാറ്റും നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മളൊരു 10 days ഐലൻഡ് വെക്കേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തായാലും വിചാരിച്ച പോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറുന്ന ടൈം ഭയങ്കര കാറ്റായിരുന്നു. നമ്മൾ വളരെ റിസ്ക് ആയിട്ടാണ് ഈ ഒരു ബോട്ടിലേക്ക് കയറിയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ വളരെ സേഫായിട്ട് തന്നെ ഈ ഒരു ബോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഐലൻഡിലേക്ക് വരാനായിട്ട് ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഫെയർവേസ് ആൻഡ് ബ്ലൂ വാട്ടർ റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ്. അവിടുന്ന് അവരുടെ ഷട്ടിൽ ടാക്സി നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു എൻട്രൻസിൽ നിന്ന് നടന്നു പോകാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു എൻട്രൻസ് ടു ഈ റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഈ ഒരു എൻട്രൻസ് തൊട്ട് ഈ ഒരു റിസോർട്ട് വരെ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് വലിയൊരു ഏക്കറിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ലക്ഷറി ഹോട്ടൽ ഇൻ ഫിലിപ്പീൻസ് ഇൻ ബൊറാക്കി ഐലൻഡ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഒരുപാട് ഗോൾഫ് ക്ലബ്ബ് ഉണ്ട്. അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പൂൾ പാർട്ടി നടക്കുന്ന ഈ ഒരു റിസോർട്ടിലാണ്. അതേപോലെ പ്രൈവറ്റ് ബീച്ച് ഉണ്ട്, വലിയൊരു ഇൻഫിനിറ്റി പൂളുണ്ട്. അപ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ഫെയർവേസ് ആൻഡ് ബ്ലൂ വാട്ടർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് എല്ലാ ലക്ഷറി തിങ്സും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് അറ്റ്മോസ്ഫിയർ ഇസ് വെരി കാം, നല്ല കാമാണ്. എനിക്ക് തോന്നുന്നു റെയിനി സീസൺ ആയതുകൊണ്ട് വളരെ എന്താ പറയുക, നല്ലൊരു കാമായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. നമ്മൾ വന്നത് വെറ്റ് സീസൺ ആണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ ഈ ഒരു ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് ആൾക്കാർ റിസോർട്ടിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫാമിലിക്കൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം അടിച്ച് പൊളിക്കാൻ പറ്റും വൺ ഓഫ് ദി മോസ്റ്റ് ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ജിമ്മൊക്കെ ഫ്രീ ആണ്. അത്രയും ജിം ഫ്രീസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജിമ്മ് മിസ്സാവും എന്നുള്ള പേടി വേണ്ട. എല്ലാത്തരം ഫെസിലിറ്റീസും തരുന്ന ഒരു റിസോർട്ടാണ്. അത്രയും ലക്ഷറി ആയിട്ടുള്ള റിസോർട്ടാണിത്. അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ റൂം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണി നോക്കുക എന്നുള്ളതാണ്. റൂമൊക്കെ നമുക്ക് ഒന്നും പറയാനില്ല, അത്രയും ലക്ഷറി ആയിട്ടുള്ള റൂമാട്ടോ. അപ്പോൾ ഇവിടെ നിന്നാൽ പോലും നമുക്ക് അത്രയും ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് അവർ ബാൽക്കണി. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ഹെവൻലി ഫീലാണ്. എന്താ പറയുക, ഇവിടെ ഇരുന്നിട്ട് നമ്മൾ കോഫിയൊക്കെ സിപ്പ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഹെവൻലി ഫീലാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രയും കാമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു റിസോർട്ട് മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കുക. 100 അല്ല 1000% വേർത്താണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ജക്കൂസി ഉണ്ട്, അതേപോലെ തന്നെ ഇൻഫിനിറ്റി പൂളുണ്ട്. നിങ്ങൾക്ക് സ്വിമ്മിങ്ങിനോടൊപ്പം തന്നെ ഡ്രിങ്ക്സും എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ പൂൾ ബാറും ഉണ്ട്. അപ്പോൾ എല്ലാ തരം ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നെക്സ്റ്റ് പാർട്ടായിട്ട് ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.